മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ നിലമ്പൂരുമായി ബന്ധപ്പെട്ട് PV അൻവർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഞാനിന്ന് രാവിലെ നിങ്ങളോട് കണ്ട് മുഴുവൻ കാര്യങ്ങളും പറഞ്ഞതാണ്. ഇനി എനിക്ക് അതിനെ സംബന്ധിച്ച് ഒന്നും പറയാനില്ല, ഒരു കാര്യവും പറയാനില്ല. അത് അതിനെക്കുറിച്ച് ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല. ഞാൻ പറയല്ലോ, അദ്ദേഹത്തിന് മത്സരിക്കണമെങ്കിൽ മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾ ഇതുവരെ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുന്ന തരത്തിലൊന്നും ഒരു വർത്തമാനവും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒറ്റ കാര്യവും പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണം. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാൽ UDFിലെ അസോസിയേറ്റ് മെമ്പറാകുന്ന കാര്യം ആലോചിക്കുക. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരെ ഇന്നും വന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ആ വാതിലടച്ചു. ഞാൻ പറഞ്ഞില്ലേ, ചർച്ചയുടെ വാതിലുകൾ അടച്ചു. ഇനി ഒരു ചർച്ചയും ഒരാൾ നടത്തില്ല. ആരെങ്കിലും വല്ല സംസാരിച്ചിട്ടേക്ക് അത് വ്യക്തിപരമായ ബന്ധം കൊണ്ടാണ് സംസാരിക്കുന്നത്. UDF യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്, എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ ചർച്ചകളുടെ വാതിലുകൾ അടഞ്ഞു. ഇനി ഒരു ചർച്ചയില്ല. എന്ത് വേണേലും പറയാല്ല. ഇവിടെ സംസാരിച്ചു അദ്ദേഹം. നമ്മൾ അദ്ദേഹത്തിലേക്ക് കയറുമ്പോൾ അദ്ദേഹം പറഞ്ഞത് രാജ്യത്തുടനീളം പല സംസ്ഥാനങ്ങളും ക്രൈസ്തവ ആരാധനാലയങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അത്തരം വിശ്വാസികൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ വളരെ ഗൗരവത്തോടെ കാണുന്നുവെന്നാണ്. എന്തുകൊണ്ടാണ് അത് ഇപ്പോൾ പറഞ്ഞത് എന്ന് കേൾക്കുന്ന എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അരുൺ അമർനാഥ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. അരുൺ, ED സതീശൻ പറഞ്ഞത് ക്രൈസ്തവർക്കെതിരായ അക്രമങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ വളരെ ഗൗരവത്തോടെ കാണുന്നുവെന്നാണ്. നമുക്കറിയാം, ഇന്ന് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ പേര് പ്രഖ്യാപിച്ചിട്ട് അധികം സമയമൊന്നും ആയിട്ടില്ല. അപ്പോൾ നിലമ്പൂരിൽ ജാതിയും മതവും ഒക്കെ ആരൊക്കെ ഏതൊക്കെ നിലയിൽ കളിക്കുന്നു എന്ന് ഇതാ ഈ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇനിയും പല പ്രതികരണങ്ങളും പ്രതീക്ഷിക്കണം. അപ്പോൾ ആകപ്പാടെ ഈ 4 പേർ PV അൻവർ കൂടി മത്സരരംഗത്ത് ഇറങ്ങുമ്പോൾ എല്ലാവർക്കും UDFനും LDFും ഒക്കെ ഈ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും ഉള്ളിൽ ചെറിയ ഒരു ഭയമോ അങ്കലാപ്പൊക്കെ ഉണ്ട് എന്ന് പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നു. അരുൺ, നിതീഷ്, അങ്ങനെ തന്നെയാണ്. നിലമ്പൂരിൽ ഒരു കംപ്ലീറ്റ് പൊളിറ്റിക്കൽ ഫൈറ്റിനാണ് ഒരുങ്ങുന്നത്. അത്തരത്തിലുള്ള ജാതി മത സാമുദായിക സമവാക്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ഈ അണിയറയിൽ മുന്നണികൾ കലുഷിതമായി തന്നെ അത്തരത്തിലുള്ള കണക്കുകൂട്ടലുകളൊക്കെ തന്നെയായിരുന്നു, ഇത്തരത്തിലുള്ള വിലയിരുത്തലിലൊക്കെ ആയിരുന്നു. അത് നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ ചരിത്രവും അങ്ങനെ തന്നെയാണ്. ഈ സാമുദായിക സമവാക്യങ്ങൾ ഏറെ പ്രാധാന്യമുള്ളതാണ്. അത് തന്നെയാണ് നേരത്തെ PV അൻവർ ഉൾപ്പെടെ അതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജോയുടെ പേര് നിർദ്ദേശിച്ചത്. ഒപ്പം തന്നെ BJP അത്തരത്തിലുള്ള സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുന്നു. അതിനിടെ കൂടെയാണ് തൃണമൂൽ കോൺഗ്രസ് കൂടി PV അൻവർ കൂടി മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ നിലമ്പൂരിന്റെ ചിത്രം അവിടെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയായാലും പ്രവചനങ്ങൾക്ക് അതീതമായ ഒരു പോരാട്ടം തന്നെയാണ്